ഹലോ ഹായ്, ഇന്നൊരു നെയ്മീനാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് അടിപൊളി നെയ്മീൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 കിലോ വരുന്ന നെയ്മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പീസാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കിയിട്ട് മുറിച്ച് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ചൊറക്കയിലും കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് നല്ലപോലെ വാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ബൗളെടുക്കുക. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കും. അപ്പോൾ നമ്മുടെ ഈ പൊടികളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതൊരു 10 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇതുപോലൊരു ചട്ടിക്കല വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ അതും കൂടി ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം ഇതിലേക്കൊരു 10 കൊച്ചുള്ളിയും ഇഞ്ചിയും പിന്നെ ഒരു 4-5 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. 2 കതിര് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് കുതിർന്ന് നല്ല പോലെ സോഫ്റ്റായിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല പോലെ വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അത് ചെറുതാക്കിയതാണ്, അതും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കുടപ്പുളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു വലിയ തേങ്ങയുടെ പാലാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2ാം പാലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചാറൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.5 കിലോ നെയ്മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല, ഒരു 6 പീസ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ കറി വയ്ക്കാൻ യൂസ് ചെയ്തത്. ബാക്കി വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് വെറുതെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുത്തി ഇളക്കാതെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കിയേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ചാറൊക്കെ ഒന്ന് വറ്റി വരണം. ഇനിയിപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആദ്യത്തെ പാല് അതും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. പതുക്കെ തള വന്നതിന് ശേഷം 2 ഉള്ളിയും കറിവേപ്പിലയും ഒരു പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, സാധാരണ നമ്മൾ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ തീയെല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ കറി. ഇനി ഇതിൻ്റെ മേലിൽ 2 തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ നെയ്മീൻ കറി ഇവിടെ സെറ്റാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.